ഡോക്ടർ, തൈറോയ്ഡ് എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കഴുത്തിലെല്ലാം കാണാറുള്ള മുഴകൾ പലതും തൈറോയ്ഡ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ കണ്ടുവരാറുള്ള തൈറോയ്ഡ് ട്യൂമറുകൾ എന്തെല്ലാം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെല്ലാം തരം മുഴകളാണ് പൊതുവെ കണ്ടുവരുന്നത്? സാധാരണ നമ്മുടെ തൈറോയ്ഡിൽ പല ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് തൈറോയ്ഡ് മുഴകളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ടീനേജ് ആൾക്കാർക്ക് വരുന്ന തൈറോയ്ഡ് മുഴയ്ക്ക് അതൊരു ഹോർമോൺ ഡിപ്പെൻഡൻറ്റ് അല്ലെ ഹോർമോൺ സംബന്ധമായിട്ടുള്ളൊരു മുഴയാണത്. അതിനെ ഗോയിറ്റർ എന്ന് പറയും. മിക്കവാറും അതൊരു അഡോളസൻ ഗോയിറ്ററായിട്ട് മാറും. അതൊരു പത്തോളജിക്കൽ ഇഷ്യൂ അല്ല. അതേസമയം നമുക്കൊരു മിഡിൽ ഏജ് ഒക്കെ ആയിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അബൌട്ട് 25 to 30 ഇയേഴ്സ് വരുന്ന മുഴകൾ തീർച്ചയായും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഇന്ന് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം തൈറോയ്ഡ് സ്വെല്ലിങ്സ് മുഴകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുതന്നെ ക്യാൻസറസ് ആവാം, നോൺ ക്യാൻസറസ് ആവാം. ക്യാൻസർ അല്ലാത്ത ഉള്ള മുഴകൾക്ക് പൊതുവെ ഒന്നുകിൽ അത് അഡിനോമ, ഒരു സിംഗിൾ സ്വെല്ലിംഗ് ആയിരിക്കും. അതല്ല എങ്കിൽ മൾട്ടിപ്പിൾ നോഡ്യൂൾസ്, അതിനെ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും. ക്യാൻസർ ആയിട്ടുള്ള മുഴകൾ പ്രധാനമായും ഡിഫറൻഷിയേറ്റഡ് തൈറോയ്ഡ് ക്യാൻസർ, അതായത് പാപ്പിലറി ക്യാൻസർ, ഫോളിക്കുലാർ ക്യാൻസർ, മിക്സഡ് ടൈപ്പ്, അതല്ലെങ്കിൽ മിഡിലറി ക്യാൻസർ, ഇവയാണ് സാധാരണ വളരെ കോമൺ ആയിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് അനാപ്ലാസ്റ്റിക് തൈറോയ്ഡ് ക്യാൻസർ. ഇങ്ങനെയാണ് തൈറോയ്ഡിലുള്ള മുഴകളെ നമ്മൾ വിഭജിച്ചിരിക്കുന്നത്. പാപ്പിലറി ക്യാൻസറിൻ്റെ പ്രത്യേകത അത് പലപ്പോഴും കഴുത്തിലെ രണ്ട് സൈഡിലുമുള്ള കഴലകൾ കൂടെ അതിൽ ഇൻവോൾവ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപൂർവം ചില ആൾക്കാരിൽ തൈറോയ്ഡ് ഗ്രന്ഥി വളർന്നിട്ട് നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നൊരു ടെൻഡൻസി ഉണ്ട്. അതിന് ഇൻട്രാതൊറാസിക് ഗോയിറ്റർ എന്നാണ് പറയപ്പെടുന്നത്.